Hi everyone, this is Yabin from Evika. അങ്ങനെ നമ്മുടെ iOS 17.5 ബീറ്റ 4 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 464.5 MB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിനും ഒരു 400 മുതൽ 500 MB വരെയായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാച്ചിനും ഐപാഡിനും മാക്കിനൊക്കെ ആയിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിഷൻ OS 1.2 ബീറ്റയും ആപ്പിൾ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അപ്ഡേഷൻ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്തതിൽ എന്തായാലും ജോയിൻ ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 17.5 21F5073B എന്ന്. ഈ ഒരു ആൽഫബറ്റ് എയിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയർ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് കഴിഞ്ഞ ബീറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇതിൽ നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് വേറെ പുതിയ ഫീച്ചേഴ്സോ അതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സ് കൊണ്ടുവരാനോ അല്ല. നേരെ മറിച്ച് നേരത്തെ ഉണ്ടായ എല്ലാ ബഗുകളും റിസോൾവ് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ എൻഹാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു OSലേക്ക് മാറ്റാനാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൂടുതലായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ ഈ പറഞ്ഞ സ്ക്രീൻ ടൈമിലേക്ക് പോയി നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ്സിൻ്റെ ആ ഒരു ടെക്സ്റ്റ് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ വേർഡിങ്സ് വന്നിട്ടുണ്ട്. സെറ്റ് ലിമിറ്റ് ഫോർ കോളിംഗ് ആൻഡ് മെസ്സേജസ്. നിങ്ങളുടെ ഫോണിൽ ബീറ്റ 4 ആണെങ്കിൽ അല്ലെങ്കിൽ ബീറ്റ 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വേർഡിങ്സ് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കോഡിങ്ങിലും അതേപോലെ ചെറിയ ചെറിയ വേർഡിങ്സിലുമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ കുറേയധികം ബഗുകളും പെർഫോമൻസ് ഇഷ്യൂസും ഉണ്ടായത് ആപ്പിൾ റിസോൾവ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബഗ് ഫിക്സ് ചെയ്യാതെ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേറൊരു പ്രശ്നമാണ് ഫോൾസ് അലാറം എന്ന് പറയുന്നത്. നമ്മുടെ വാൾ സ്ട്രീറ്റ് ജേർണലിലെ അന്ന സ്റ്റോൺ പറയുന്നത് അവർക്ക് ഈ ഇഷ്യൂ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചില സമയത്ത് കിടന്നുറങ്ങാറ്. ഇങ്ങനെ തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ അലാറം അടിക്കുന്ന സമയത്ത് സൗണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ അലാറം ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഈ ഒരു അലാറത്തെ ഓപ്ഷന് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഇഷ്യൂ ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അടുത്ത വരുന്ന അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു iOS ഉണ്ടാവാതെ അടുത്ത ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിനായിരിക്കും ആപ്പിൾ ഈ ഒരു ഫോൾസ് അലാറത്തിൻ്റെ ഇഷ്യൂ മാറ്റാനുള്ള ചാൻസ്. അതേപോലെ സ്റ്റോപ്പ് വാച്ചിൽ നമുക്ക് ഇപ്പോഴും ഡൈനാമിക് ഐലൻഡ് സപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ട് നേരെ നമ്മുടെ ഹോമിലേക്ക് പോയാൽ നമുക്ക് യാതൊരു കാര്യങ്ങളും അറിയാൻ പറ്റില്ല. ഈ ഒരു ഡൈനാമിക് ഐലൻഡ് സപ്പോർട്ടുള്ള ഡിവൈസിലാണെങ്കിലും അറിയാൻ പറ്റില്ല. ആ ഒരു കാര്യവും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി ഈ ഒരു അപ്ഡേഷൻ്റെ റിസോൾവ് നോട്ട്സ് നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് നേരെ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകുന്ന ശേഷം ഈ പറഞ്ഞ റീസെൻ്റ് ആക്ടിവിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ iOS 17.5 ബീറ്റ 4 റിസോൾവ്ഡ് ഇഷ്യൂസിൻ്റെ ഫുൾ കാര്യങ്ങൾ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ റിലീസ് നോട്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആക്സസിബിലിറ്റിയിൽ റിസോൾവ്ഡ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അതുപോലെ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസിയിലും റിസോൾവ്ഡ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. എല്ലാത്തിലും നമുക്ക് ഈ പറഞ്ഞ റിസോൾവ്ഡ് ഇഷ്യൂ ആണുള്ളത്. കഴിഞ്ഞ ബീറ്റ 3 വാൾപേപ്പറിൽ ഒരു ഇഷ്യൂ നോൺ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം കൂടെ ആപ്പിളിലൂടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ബഗുകളും ആപ്പിളിൻ്റെ കയ്യിലുണ്ടായത് അല്ലെങ്കിൽ ആപ്പിളിന് മുമ്പിലുണ്ടായ എല്ലാ ബഗുകളും ആപ്പിൾ മാക്സിമം റിസോൾവ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും അതേപോലെ ഇനി കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് തരാനാണ് ആപ്പിൾ iOS 15 നോക്കുകയുള്ളൂ. ഇനി അതേപോലെ മേജറായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ഇനി iOS 17.5 ലഭിക്കില്ല, അല്ലെങ്കിൽ iOS 17 ലഭിക്കില്ല. ഇനി ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് iOS 18 ആ ഒരു ഫോക്കസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന iOS 17 ഇനി വലിയ മാറ്റങ്ങൾ, അതായത് നമുക്ക് ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ആപ്പ്, അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഫിറ്റ്നസ് ആപ്പ്, അങ്ങനത്തെ ഓരോ ആപ്പിളിന് വലിയ എഫേർട്ട് ഇട്ടില്ല. ഇനി iOS 18 ആ ഒരു കംപ്ലീറ്റ് റീചേഞ്ചിങ് ആപ്പിൾ നോക്കാൻ പോകുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയാണ് എൻ്റെ ഡിവൈസ് റൺ ചെയ്യുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതേപോലത്തെ വലിയ ഇഷ്യൂസോ എൻ്റെ ഡിവൈസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റായ പെർഫോമൻസ് ആണ് എൻ്റെ ഐഫോൺ 11 ലഭിക്കുന്നത്. നേരെ നമ്മുടെ ഈ പറഞ്ഞ ഗീക്ബെഞ്ച് സ്കോറിൻ്റെ ഹിസ്റ്ററി നോക്കാം.
സിംഗിൾ കോറിൽ 1737 ആണ്, മൾട്ടി കോറിൽ 3846 അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഇയറിലുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് അപ്ഡേഷനിലുള്ള ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൾട്ടി കോർ എന്ന് പറയുന്നത് 3669 ആണ്. പക്ഷേ ഇപ്പോൾ മൾട്ടി കോർ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ എല്ലാ കാര്യത്തിലും ആപ്പിൾ ഈ പറഞ്ഞ റിഫൈൻമെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ബാറ്ററി ഓൾറെഡി നല്ല വീക്കാണ്. സർവീസ് ഓപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. 75% എൻ്റെ ബാറ്ററി നിലനിൽക്കുന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിമിങ്ങും അതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ പറയുന്ന സ്ക്രീൻ ഓൺ ടൈമും സ്ക്രീൻ ഓഫ് ടൈം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 7 മണിക്കൂറും 53 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 6 മണിക്കൂറും 31 മിനിറ്റുമാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ ഈ 75% എനിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസാണ് ലഭിക്കുന്നത്. നിങ്ങളും ഇതേപോലെ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ബാറ്ററി ലൈഫ് കുറയും. ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ഇത്രയും കൺസേൺ ആയിട്ട് നിൽക്കരുത്. പിന്നെ ഈ പറഞ്ഞ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ പറയുകയാണെങ്കിൽ എൻ്റെ ഡിവൈസ് ചാർജ് കുത്തുന്ന സമയത്ത് അത്യാവശ്യം ചൂടാവുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഔട്ട്ഡോർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വലിയ ചൂടോ ബാക്കി കാര്യങ്ങളോ ഒന്നും എൻ്റെ ഡിവൈസിൽ ഫീൽ ചെയ്യുന്നില്ല. ഇനി നമ്മുടെ iOS 17.5 ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നായിരിക്കും ചോദിച്ചാൽ മിക്കവാറും നമ്മുടെ ഈ പറഞ്ഞ പുതിയ ആപ്പിൾ ഇവൻറ്റിൻ്റെ ദിവസം, അതായത് May 7 ഈ പറയുന്ന iOS 17.5 RC റിലീസ് നമുക്ക് വരാനുള്ള ചാൻസ്. അതിനുശേഷമുള്ള 3rd വീക്കിൽ നമുക്കൊരു 14th 13th ആകുമ്പോൾ നമ്മുടെ iOS 17.5 ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് iOS 18 നമ്മുടെ ജൂണിൽ വരാവുന്ന WWDC 2024 ഈ പറയുന്ന iOS 18 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ആപ്പിൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് iOS 18 തന്നെയായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17.5 ബീറ്റ 4 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നു എന്തായാലും ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Xavier signing from Evica.